കണ്ടോ ജനാലയൊക്കെ കിടന്ന് കുലുങ്ങുവാണ് കണ്ടോ കുലുങ്ങുന്ന സൗണ്ട് കേട്ടോ കണ്ടോ ജനാലയൊക്കെ കിടന്ന് കുലുങ്ങുക അടിപൊളിയാട്ടോ നോക്കിയാൽ അപ്പോൾ നമ്മൾ 3 വയറ് കണക്ട് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ വയറാൻ ജസ്റ്റ് പരിചയപ്പെടുത്താം അപ്പോൾ ഇത് നമ്മൾ സബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് അപ്പം ഇത് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് നിർത്തണം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയിൽ സബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ JBL സബും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എക്സ്പ്ലോയിഡിൻ്റെ ആമ്പും JBL സബുമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മളിത് ഇവിടെ ഒരു പൈപ്പൊക്കെ വെൽഡ് ചെയ്ത് അപ്പോൾ നമ്മൾ സീറ്റ് മറിക്കുമ്പോഴത്തേനും ഈ സബ് ഉൾപ്പെടെ അങ്ങ് മറിഞ്ഞു സബ് ആമ്പും ഉൾപ്പെടെ മറിഞ്ഞു അപ്പോൾ എക്സ്ട്രാ വയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഓൾറെഡി ആമ്പും സബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയിൽ എങ്ങനെയാണ് ആമ്പും കാര്യങ്ങളും സെറ്റ് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മുടെ ഇരിക്കുന്നത് സോണിയുടെ സെറ്റ് ഒറിജിനലാണ് അതായത് സ്റ്റീരിയോ നമ്മുടെ സോണിയുടെ ഒറിജിനൽ സാധനം ഇരിക്കുന്നത് ഉണ്ട് ഒറിജിനൽ സ്റ്റീരിയോ ആണ് ഇരിക്കുന്നത് പിന്നെ ആമ്പും സബും ഒറിജിനലാണ് അതായത് ലോക്കൽ സാധനം എന്ന് പറയാൻ ഈ 4 സ്പീക്കറുള്ളത് 4 സ്പീക്കർ ബാക്കിലത്തെ 2 ഓവൽ സ്പീക്കറും പിന്നെ ഫ്രണ്ടിലത്തെ 2 റൗണ്ട് സ്പീക്കറുമാണ് ഫ്രണ്ടിലത്തെ 4 ഇഞ്ചാണ് ഇത് വരുന്നത് പക്ഷേ അതിൻ്റെ സ്പീക്കർ ഇച്ചിരി മടുപ്പാട്ടോ സ്പീക്കർ കാലക്രമേണ ഫണ്ടാവുന്ന അനുസരിച്ച് പതിയെ മാറണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് ഈ വണ്ടിയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതേ നമ്മൾ സബ് വയ്ക്കാൻ വേണ്ടി ബാക്കിൽ ഒരു കമ്പി വെൽഡ് ചെയ്ത് വെക്കണം എന്നാലാണ് നമുക്ക് സബ് അതേ വെക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ സബ് താഴെ വയ്ക്കുന്നില്ല കാരണം കഴിയുമ്പോഴാണെങ്കിലും വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ ആകെ മൊത്തം ഷോക്കായി പോകും അതുകൊണ്ട് നമ്മളൊരു സപ്പോർട്ടിന് വേണ്ടി ഇതുപോലെ തന്നെ 2 പട്ടയല്ല ഇതിനെ പറഞ്ഞേ പൈപ്പ് 2 പൈപ്പ് നമ്മളിങ്ങനെ ഒരു സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെ 2 വെൽഡ് ചെയ്ത് വെക്കാനാണ് എന്നിട്ട് അതിൻ്റെ പൊക്കത്താണ് സബ് വയ്ക്കുന്നത് ഇങ്ങനെ 2 വെൽഡ് ചെയ്ത് വെക്കുകയാണ് അതൊരു സപ്പോർട്ട് പോലെ കിട്ടിക്കോളും അപ്പോൾ നമുക്കിത് വെൽഡ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് സബും കാര്യങ്ങളൊക്കെ അതേ ഫിറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം നമുക്കിവിടെ വെൽഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണം അപ്പോൾ ഈ ചാരും കാര്യങ്ങളും ഊരണം ഈ ചാര് ഊരിയാലാണ് വെൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ചാര് മൊത്തം ഉരുകിപ്പോവും പിന്നെ ഇതാണ് നമ്മുടെ ലീമോറിൻ്റെ കിറ്റാണ് വയറിംഗ് കിറ്റാണ് വരുന്നത് ഇതിന് 650 രൂപയാണ് റേറ്റും കാര്യങ്ങളും വന്നത് കോട്ടയത്ത് നിന്നാണ് മേടിച്ചോട്ടോ ഇപ്പോൾ നമ്മൾ കോട്ടയം പോയി മേടിച്ചുകൊണ്ട് വന്നാണ് 650 രൂപയാണ് റേറ്റും വരുന്നത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വെൽഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഇനി സുൽത്താൻ്റെ വീട്ടിൽ പോയി വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വയറിങ്ങൊക്കെ വലിച്ച് കാര്യങ്ങളൊക്കെ ആമ്പൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആമ്പും സബും സുൽത്താൻ്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ് അപ്പം നമുക്കിത് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോയി ആദ്യമേ നമുക്ക് വെൽഡ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ചാരും കാര്യങ്ങളൊക്കെ ഊരി മാറ്റി എന്നിട്ട് നമ്മൾ ഈ ഇരിപ്പയിൽ തുണി നനച്ചിട്ടിരിക്കുകയാണ് കാരണം വെൽഡ് ചെയ്യുമ്പോഴത്തേനും ഇതേലെ പൊരിയൊക്കെ വീണ് കഴിഞ്ഞാൽ സീനാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുണി നനച്ചിട്ടിരിക്കുകയാണ് ഇനിയാണ് നമ്മൾ വെൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേ നമ്മളങ്ങനെ സുൽത്താൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കമ്പിയും കാര്യങ്ങളൊക്കെ വെൽഡ് ചെയ്തു ഒരു പൈപ്പ് വെൽഡ് ചെയ്ത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടൊരു പൈപ്പാട്ടോ ഇതുണ്ടോ അത്യാവശ്യം നല്ല സ്ട്രോങ് പൈപ്പാണ് വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലാണ് സബ് വെക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഒരു സപ്പോർട്ടിങ് കാര്യങ്ങളില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ താഴെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് കഴുകണം എന്നെങ്കിൽ സീറ്റൊക്കെ താത്തുമ്പോൾ പിന്നെ ഇത് ഊരി മാറ്റണം ഇതെന്ന് പറയുമ്പം സീറ്റോടെ അങ്ങ് ഉൾപ്പെടെ നമുക്ക് മറിക്കാം സബ് ഉൾപ്പെടെ അങ്ങ് മറിഞ്ഞു പോയിക്കോളും ഒരു പ്രശ്നവുമില്ല സുഖമായിട്ട് അങ്ങ് മറിഞ്ഞു പോയിക്കോളും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ സബും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മളത് വീട്ടിലെത്തി പണിപ്പുരയിലേക്ക് ഇതാരാന്ന് നോക്കി അപ്പം നമ്മുടെ എന്താ പറയുക ലീമോറിൻ്റെ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെയാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മൾ സബും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത് സബ് ടൈറ്റ് ചെയ്ത് വയ്ക്കാനുള്ള വള്ളി ബാഗ് വള്ളി എന്നൊക്കെ പറയും ഇതും നമ്മൾ മേടിച്ചിട്ടുണ്ട് ഇതിന് ഏകദേശം 50 രൂപ റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ ഓക്കെ ഇനി നമുക്കിത് ഓരോ പതിയെ ഓരോ പണിയും കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഗൈസ് ഇതാണത് ലീമോറിൻ്റെ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വേടി ഇതാണ് വയറിംഗ് കിറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരുന്നത് നോക്കാം ഇതിന് ഫ്യൂസോ ഫ്യൂസ് ഓക്കെ ഇതാണ് ഫ്യൂസ് വരുന്നത് അത് വയർ ടാഗും ഇത് വയർ ടാഗും കാര്യം ടൂൾസും കാര്യങ്ങളും ബാറ്ററിയിലേക്ക് കൊടുക്കേണ്ടത് അങ്ങനെ തന്നെ സാധനം ഇതില്ല ഒരു പ്രൊട്ടക്ഷൻ പോലെ സ്ലീവ് കയറ്റിയിടാം വയറിനകത്ത് വയറിന് പുറത്തേക്കല്ലേ സ്ലീവ് ഇത് എത്ര മീറ്ററാണ് വരുന്നത് അപ്പം 5 മീറ്റർ വേണം 5 മീറ്റർ 5 മീറ്റർ കൊണ്ട് തികയല്ലേ കറക്റ്റ് ഇത് മിച്ചാണോ ഓക്കെ അപ്പോൾ നമുക്ക് ഇച്ചിരി നീളം കൂടിയൊക്കെ ട്രാവലറൊക്കെ വയ്ക്കുമ്പോൾ എന്നാ ചെയ്യും നീളം കൂടി കിട്ടും വേറെ അത് നമുക്ക് കട്ട് ചെയ്തൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് കിറ്റ് വയറിംഗ് കിറ്റ് എന്ന് പറഞ്ഞു വരുന്നത്
മാറ്റി വയ്ക്കും പോടാ. ബാറ്ററി ആമ്പയിലേക്ക് ഡയറക്റ്റ് കൊടുക്കാനുള്ള ഫ്യൂസ് അല്ലേ? ആ ഓക്കെ, ഇതാണ് ഫ്യൂസ് വരുന്നത്. പിന്നെ ഇത് മറ്റേ സ്റ്റീരിയോയിൽ നിന്ന് ആമ്പയിലേക്ക് വരുന്ന പിന്നല്ലേ? ആ ഓക്കെ, ഇത് സ്റ്റീരിയോയിൽ നിന്ന് നെഗറ്റീവ് കൊടുക്കാനുള്ള നെഗറ്റീവ് ഇത്ര മതി അല്ലേ? ഇത്ര നീളം മതിയോ? ഇത്രയും പോയാൽ ബാക്കി നമുക്ക് ഇതേന്ന് എടുക്കാം. ഇതേന്ന് എടുക്കാം. ഇതേന്നോ? മറ്റേന്ന് ഇതേന്ന്. ഓക്കെ. അതിന് ബ്ലാക്ക് വയർ സെറ്റിന്റെ പുറകെ ആമ്പയിലേക്ക് കൊടുക്കാനുള്ള സാധനം. അപ്പോൾ ഇതോ? ഇത് സ്പീക്കർ വയറാണ്. ശരിക്കും നമുക്ക് ഇത് ആവശ്യമില്ല, കൊടുത്തിട്ടേക്കുന്നല്ലേ. അതിൻ്റെ കിറ്റിൻ്റെ കൂടെ വരുന്നതല്ലേ? ഓക്കെ ശരി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ വയറിംഗ് കിറ്റിനകത്ത് വരുന്നത്. ഓക്കെ, നമുക്ക് പതിയെ ഓരോന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ള വയർ ആമ്പയിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയർ വലിക്കുകയാണ്. അതിലിപ്പം 3 വയറാണ് സെറ്റ് ചെയ്യുന്ന പോകുന്നത്. ഈ ഒരു വയർ ഓൺ ഓഫ് സ്വിച്ച് ഇതിൻ്റെ വയർ കണക്ട് ചെയ്തേക്കുന്നതാണ് ഈ വയർ. പിന്നെ ഇത് സ്റ്റീരിയോയിൽ നിന്ന് പോകുന്നതാണ്. ഇതും സ്റ്റീരിയോയിൽ നിന്ന് പോകുന്നതാണ്. നമ്മൾ ഇതിലാണ് സബിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. ഇത് സ്റ്റീരിയോ എന്ന് പറയുന്ന കേബിളാണ് ആമ്പയിലേക്ക്. അപ്പോൾ നമ്മൾ ആ സൈഡ് വഴിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രോസ് ബാർ അവിടെ വെച്ചിട്ടുള്ളത് കൊണ്ട് ക്രോസ് ബാറിൻ്റെ സ്ക്രൂ ഇച്ചിരി ലൂസ് ആക്കിയിട്ട് വേണം ഈ ഇന്നറിൻ്റെ അകത്ത് വഴി നമ്മൾ കേബിൾ ഇട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. കണ്ട് ഇന്നറിൻ്റെ അകത്ത് വഴിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇച്ചിരി നല്ല നീറ്റായിട്ട് കിടക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ഇത് വലിച്ച് നമ്മളിത് പുറകോട്ട് ആമ്പിൻ്റെ അങ്ങോട്ട് എത്തിക്കുകയാണ് ആ വയർ. അപ്പോൾ ഇതേ അങ്ങനെ നമ്മൾ ബാക്കിലേക്ക് നമ്മൾ 3 വയറാണ് സ്റ്റീരിയോ എന്ന് വരുന്നത്. ഇത് നമ്മൾ ഓൺ ഓഫ് സ്വിച്ച് ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. ഓൺ ഓഫ് സ്വിച്ചിൻ്റെയും പ്ലസ് സ്റ്റീരിയോ എന്ന് ഇത് ഓണാക്കിയാലാണ് നമ്മുടെ ആമ്പും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. ഇതിന് പ്രത്യേകം പേര് വല്ലതും ഉണ്ടോ? ആ ബ്ലാക്ക് വയറിന് അത് ആമ്പയിലേക്ക് വരുന്നു. മറ്റേ ആമ്പിൻ്റെ സ്വിച്ച് കൊടുക്കാനുള്ള വയറാണ് ഇത് വരുന്നത്. മറ്റേത് ഇത് RC കേബിൾ അല്ലേ? ഓക്കെ, ഇത് മറ്റേ സ്റ്റീരിയോയിൽ നിന്ന് നേരെ ആമ്പയിലേക്ക് വരുന്നതാണ്. അങ്ങനെ ആ കേബിളും കാര്യങ്ങളൊക്കെ വലിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ബാറ്ററിയിൽ നിന്ന് നേരെ ആമ്പയിലേക്ക് കൊടുക്കണ പോസിറ്റീവ് നെഗറ്റീവ് വയറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ പോസിറ്റീവ് എന്നുള്ള കണക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതാണ് നമ്മുടെ ഫ്യൂസ് വരുന്നത് കേട്ടോ. 40 ഇതിൻ്റെ 40 വോൾട്ടാണോ? അല്ല, 40 ആംപിയർ. സോറി, വോൾട്ട് അല്ല കേട്ടോ, 40 ആംപിയറിൻ്റെ ഫ്യൂസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവ് ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്ത് പുറകോട്ട് ആമ്പിൻ്റെ സെക്ഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അടിവഴിയാണ് എടുത്ത് കൊണ്ടുവരുന്നത് ഇങ്ങോട്ട്. അപ്പം അതിനുള്ള സ്ലീവ്, ഈ വള്ളി ബോഡിയിൽ എവിടെ ഒരയാതിരിക്കാൻ വേണ്ടി അതിനുള്ള സ്ലീവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മൾ സബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ്. അപ്പം ഇത് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് നിർത്തണം. അപ്പോൾ താഴെ 2 കമ്പി കൊടുത്താൽ ജസ്റ്റ് ഒരു സപ്പോർട്ടിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് നിൽക്കുന്നത് മെയിനായിട്ടും ഈ ഒരു വള്ളിയിലാണ്. ബാഗൊക്കെ ടൈ ചെയ്യണേ കൂട്ട് വള്ളിയിലാണ് ടൈ ചെയ്ത് നിൽക്കുന്നത്. പിടുത്തം വന്ന അതേലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആമ്പും കാര്യങ്ങളും എടുക്കുകയാണ്. 4 ചാനൽ ആമ്പാണ് വരുന്നത്. അപ്പം അത് നമ്മൾ എവിടെ സെറ്റ് ചെയ്യണം? ഇവിടെ അപ്പുറേ നോക്കാം എവിടെയാണ് സൂട്ടായിട്ടിരിക്കുന്നത്. നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം. അവിടെ പറ്റത്തില്ല. ഇവിടെ വയ്ക്കും. അവിടെ പിടുത്തിയില്ലല്ലോ. ഇല്ല, അവിടെ പിടുത്തിയില്ല. തേഞ്ഞു ഗൈസ്. പിടുത്തമുണ്ടോ അവിടെ? എന്നാൽ ഇപ്പുറത്തെ സൈഡിൽ വെച്ചാലോ. അപ്പോൾ ഇതേ നമ്മൾ പോസിറ്റീവ് നേരെ ആമ്പയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവ് കണക്ട് ചെയ്ത് നമ്മൾ സാധാ എല്ലാവരും നെഗറ്റീവ് ബോഡിയിൽ നിന്ന് എടുക്കുവാണ്. നമ്മൾ ചെയ്യുന്നത് ബാറ്ററിയിൽ നിന്ന് തന്നെ നേരിട്ട് എടുക്കുവാണ് നെഗറ്റീവ്. അതാകുമ്പോഴത്തേനും ഇച്ചിരി കൂടെ ക്വാളിറ്റി വ്യത്യാസം വരുമെന്നാണ് അല്ലേ? ക്വാളിറ്റി വ്യത്യാസം വരും. ബാറ്ററിയിൽ നിന്ന് തന്നെ എടുക്കുവാണെങ്കിൽ ഇച്ചിരി നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും കിട്ടും. അതുകൊണ്ട് നമ്മൾ ബാറ്ററിയിൽ നിന്ന് നെഗറ്റീവിൽ നിന്ന് തന്നെയാണ് ആമ്പിൻ്റെ നെഗറ്റീവിലേക്ക് നമ്മൾ കണക്ഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നോക്കി, അപ്പോൾ നമ്മൾ 3 വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ വയറാണ് ജസ്റ്റ് പരിചയപ്പെടുത്താം. ഫസ്റ്റ് സ്വിച്ച് എന്നുള്ള വയറാണ് വരുന്നത്. അതായത് സ്റ്റീരിയോ പ്ലസ് സ്വിച്ച് എന്നുള്ള വയറാണ് വരുന്നത്. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി എന്നുള്ള പോസിറ്റീവും നെഗറ്റീവാണ്. നീല പോസിറ്റീവും അപ്പുറത്തെ ബ്ലാക്ക് നെഗറ്റീവ് വരുന്നത്. പിന്നെ നമുക്ക് ഇനി ആമ്പയിൽ നേരെ സബ്ബയിലേക്കുള്ള വയറാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ 2 സെറ്റ് ചെയ്യുന്ന വരെ നമുക്കിത് ഇവിടെ കുത്താനുള്ളതാണ്. ഓക്കെ.
ഇവിടെ എന്നാ വരുന്നത്? രണ്ടാമത്തെ ചാനൽ വേറെ സബ്ബോ അല്ലെങ്കിൽ 4 സ്പീക്കറോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് സ്പീക്കറിൻ്റെ ലൈൻ എടുത്താണ് അതിലേക്ക് കൊടുക്കാം. അപ്പോൾ പക്ഷേ എങ്ങനെ അന്നേരം കട്ട് ഓഫ് പറ്റത്തില്ല. ഓക്കെ. ആമ്പ് വർക്കാണെങ്കിലേ ഉള്ളൂ സ്പീക്കർ വർക്കാകത്തുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആമ്പും സബ്ബും കൂടെ സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റില്ല. അല്ല, ആമ്പും സബ്ബും സ്പീക്കറും സെപ്പറേറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സ്വിച്ച് ഇട്ടാൽ മാത്രമേ ആമ്പ് വർക്ക് ചെയ്യത്തുള്ളൂ, അത് സബ്ബ് വർക്ക് ചെയ്യുക, അതായത് ആമ്പും സബ്ബും വർക്ക് ചെയ്യത്തുള്ളൂ അല്ലേ. ഓക്കെ, നമ്മളിപ്പം 2 ചാനലാണ് എടുക്കണം അല്ലേ? 4 ചാനൽ ആകുമ്പോൾ നമ്മൾ 2 ചാനലല്ലേ എടുക്കുന്നുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇങ്ങനെ മെർജ് ചെയ്താണ്. ഇതിൻ്റെ പോസിറ്റീവും ഇപ്പുറത്തതിൻ്റെ നെഗറ്റീവും വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അതിനെന്ന് വെച്ചാൽ ഫുൾ ക്വാളിറ്റി നമുക്ക് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ അവിടുന്ന് 2 വയറെടുത്ത് നമ്മളിനി സബ്വേയിലേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ചോദിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ സബ് ഇല്ലാത്ത സൗണ്ട്. ഇച്ചിരി ഓടിച്ചു വിടാട്ടോ. അതായത് സബ്ബില്ല, ജസ്റ്റ് ആമ്പ് മാത്രം. സബ് ആമ്പല്ല, ജസ്റ്റ് സ്പീക്കർ മാത്രമുള്ള സൗണ്ടാണിത്. സ്പീക്കർ മാത്രമുള്ളതാണ്. ഇനി നമ്മളിത് ഞാൻ സബ് ഇടാവേ. ഇതാണ് സബിൻ്റെ സ്വിച്ച്. ഒരു പിടി വരും. നമുക്ക് നേരെ ഇത് സീറ്റിലേക്ക് കയറ്റി സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ടോട്ടലി കഴിഞ്ഞു. അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ആമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്, സബ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ചെറിയ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ, കാരണം ഇതിന് ഈ പൈപ്പിനൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം, കാരണം ഇച്ചിരി തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പൈപ്പിനൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചൊന്ന് കുട്ടപ്പനാക്കി എടുക്കണം. പിന്നെ അതൊന്ന് റാപ്പ് ചെയ്യണം, അതായത് ഒരു പ്ലാസ്റ്റിക്കിനെ കവർ വെച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം, പൊടിയൊക്കെ കയറാതിരിക്കാവുന്ന പാകത്തിന്, പൊടി കയറാതിരിക്കാൻ വേണ്ടി. പിന്നെ നമ്മളിത് ഇവിടെയാണ് സ്വിച്ചും, നടുക്കാണ് ഇതിൻ്റെ ആമ്പിൻ്റെ സ്വിച്ചും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടാണ്. ജസ്റ്റ് ഞാനൊന്ന് സൗണ്ടും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. കാരണം നമ്മൾക്ക് റണ്ണിങ്ങിലാണ് നമുക്ക് ആമ്പും കാര്യങ്ങളും ഇടാൻ പറ്റത്തുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആമ്പിന് ഏറ്റവും കൂടുതൽ ചാർജ് വലിക്കുന്നതുകൊണ്ട് റണ്ണിങ്ങിലല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ആമ്പ് ഇടാവുള്ളൂ. അല്ലാതെ ചുമ്മാ ഇങ്ങനെ താക്കോൽ ഓണാക്കിയിട്ട് ബാറ്ററിയെ നേരിട്ട് വലിച്ചു കഴിഞ്ഞാൽ 2 മിനിറ്റത്തേക്ക് ഇടുന്നതിന് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഓഫാക്കി കേട്ടില്ല. 1-2 പാട്ട് കേൾക്കുന്നു. 1-2 പാട്ടൊന്നും കേൾക്കണതിന് കുഴപ്പമില്ല. അത് ഈ വിഷയം തന്നെ അല്ലേ. ഓക്കെ. അപ്പം അധികം നേരം ഉപയോഗിക്കാതിരിക്കുക. സ്റ്റാർട്ടിങ്ങിലാണ് കുഴപ്പമില്ല. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ഞാൻ ജസ്റ്റ് ഇട്ട് കാണിക്കാം. അപ്പോൾ ഇത് നമ്മുടെ വണ്ടിയിലെ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ചെയ്ത് ഇടുക്കാച്ചത്. നമ്മുടെ സബ്ബും ആമ്പും പുറകിലിരിക്കുന്നുണ്ട്, ആമ്പും സബ്ബും പുറകിലിരിക്കുന്നുണ്ട്. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു നോർമൽ സൗണ്ട്. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ചാൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ട് ക്ലാരിറ്റിയും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. നോർമൽ സ്പീക്കറാണ്, അത് JBL സ്പീക്കറൊന്നുമല്ല, ലോക്കൽ സ്പീക്കറാണ്. അപ്പം ഇനി നമ്മൾ അടുത്ത അപ്ഡേഷൻ എന്ന് വെച്ചാൽ സ്പീക്കർ 4 കൂടെ നമ്മൾ മാറും. അതും JBL വയ്ക്കുമ്പോൾ കറക്റ്റ് ക്ലാരിറ്റി ആയിരിക്കും. ഇതൊരു ലോക്കൽ ഡിമോറിൻ്റെ തന്നെ ലോക്കൽ ഒരു ബ്രാൻഡാണ്, വലിയ ബ്രാൻഡൊന്നുമില്ല. അപ്പം ഈ നോർമൽ സ്പീക്കറാണ്. നമുക്ക് ഇനി വെച്ചേക്കണ സബ് ആമ്പും ഒറിജിനൽ സാധനം, ഇത് സബിൻ്റെ ആമ്പിൻ്റെ സ്വിച്ച് ഇതാണ്. അത് നമുക്കതിടാം. കണ്ടോ, ഇത് കണ്ടോ, ഹെഡ്സെറ്റ് വെച്ചാൽ കറക്റ്റ് ഇട്ട് കേൾക്കത്തുള്ളൂ. അതിലേന്ന് കണ്ടോ ജനാലയൊക്കെ കിടന്ന് കുലുങ്ങുവാണ്. കണ്ടോ, കുലുങ്ങുന്ന സൗണ്ട് കേട്ടോ. കണ്ടോ, ജനാലയൊക്കെ കിടന്ന് കുലുങ്ങുവാണ്. അടിപൊളിയായിട്ടോ, ഒന്നും പറയാനില്ല. സബും കാര്യങ്ങളൊക്കെ JBL അടിപൊളിയായിട്ടോ, ഒന്നും പറയാനില്ല. നമുക്ക് ഇനി ഓഫാക്കിയേക്കാം. അപ്പോൾ ഈ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ട് വരാം. ഓക്കെ. അപ്പം കുറേ പേര് പറഞ്ഞു, ബ്രോ എന്തുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാത്തത്, ഭയങ്കര ഷോക്കാണല്ലോ, എന്താ വീഡിയോ ഇടാൻ മടി എന്നൊക്കെ. സത്യം പറഞ്ഞാൽ മടിയല്ല, കുറച്ച് സാഹചര്യങ്ങളുണ്ട്. കമ്മിങ് സൂണാണ്, ഒരു വെറൈറ്റി സാധനം അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പം നീ മാക്സിമം ഡെയിലി വീഡിയോയും കാര്യങ്ങളും ഇടാൻ ഞാൻ പരമായിട്ട് ട്രൈ ചെയ്യും. പക്ഷേ എന്ത് പറയാൻ, എനിക്ക് ഗതികേട് കൊണ്ടാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ കാണാം.
ബൈ ബൈ.